കോഴിക്കോട് കൊടിയത്തൂരിൽ പിഞ്ചുകുഞ്ഞ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ദൃശ്യങ്ങൾ വൈറലായിരുന്നു. കുഞ്ഞ് രക്ഷപ്പെട്ട ഈ സ്ഥലത്ത് അപകടങ്ങൾ ആദ്യ സംഭവമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നിലധികം അപകടങ്ങൾ കൊടിയത്തൂരിൽ നടന്നിട്ടും അധികൃതർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കൊടിയത്തൂരിൽ കഴിഞ്ഞ ദിവസം ഒരു അപകടം നടന്നിരുന്നു. ഒരു ബസ്സിന്റെ മുന്നിലേക്ക് കുട്ടി പാഞ്ഞെടുക്കുന്നതും രക്ഷപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് ഒരു അപകടം മാത്രമല്ല, അപകടം തുടർക്കഥയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. പലപ്പോഴായി ഇതേ സ്ഥലത്ത് നടന്ന അപകടങ്ങളുടെ ചില CCTV ദൃശ്യങ്ങൾ മാത്രമാണിത്. കൂടുതൽ ആളുകൾ എത്തുന്ന കുടുംബാരോഗ്യ കേന്ദ്രവും കണ്ണാശുപത്രിയും എല്ലാം പ്രവർത്തിക്കുന്ന കൊടിയത്തൂരിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതാണ് ആശങ്ക കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം ബസ്സിന് മുന്നിലേക്ക് ഓടിയ കുട്ടി ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ആ സമയത്ത് എന്താ സംഭവിച്ചത് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ചവിട്ടി വണ്ടി വലത്തോടാക്കി നിർത്തി, എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതന്നെ സംഭവം. അതേസമയം അപകടം തുടർക്കഥയാകുന്നതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. അപകടം പലപ്പോൾ എൻ്റെ വണ്ടിയാണ് നട്ടീന് ഇവിടെ. ഞാൻ അതിലൂടെ ഇറങ്ങിയപ്പോൾ എൻ്റെ വണ്ടി ഒരു ഓവർ സ്പീഡ് വെച്ചൊക്കെ വന്നിട്ട് ഞാൻ തന്നെ വീണു ഇവിടുന്ന്. കാരണം ഞാൻ ഇവിടുന്ന് സ്ലോയിലാണ് വരുന്നത്, ഇവിടുന്നാണ് വരുന്നത്, ഈ റോഡിന് അങ്ങോട്ട് വരുന്നത്. എനിക്ക് തന്നെ അപകടം ഉണ്ടായിരുന്നു. അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചുരുങ്ങിയ ഒരു പുതിയ റോഡ് കണ്ട് വന്നതിന് ശേഷം എന്നും അപകടം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇല്ലാത്ത അവസ്ഥയല്ല ഇവിടെ. ഒന്നുകിൽ അമ്പോ അവിടെ സ്റ്റോപ്പ് എന്തോന്ന് കൊടുക്കുക, അത് പറ്റുള്ളൂ. അവിടെ വേണം. മാവായിൽ ഇന്നലെ എൻ്റെ മുന്നിൽ നിന്നൊരു അപകടം നടന്നു. അതും അവിടെ ഒരു ഇതുമില്ല, എയർപോർട്ട് റോഡിന്. ഈ റോഡിൽ ഇനിയും ഒരു അപകടം ഉണ്ടാകരുത്. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.